The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay, see in the last class we completed our 11th chapter, that is marketing management. I think all are clear. Okay, today we are going to discuss the next chapter, that is 12th chapter, that is consumer protections. See, നമുക്ക് അറിയാവുന്നതാണ് കൺസ്യൂമർ ആരാണ് കൺസ്യൂമർ എന്നും കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്താണെന്നും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ വി നോ ദാറ്റ് കൺസ്യൂമർ ഈസ് സെഡ് ടു ബി ദ കിങ് ഇൻ എ ഫ്രീ മാർക്കറ്റ് എക്കോണമി. നമുക്കറിയാവുന്നതാണ് ഇന്ന് മാർക്കറ്റിൽ ആരാണ് കിങ് എന്ന് പറയുന്നത്? കൺസ്യൂമറാണ് അല്ലേ? സോ അതുകൊണ്ട് ദ ഏർലിയർ അപ്രോച്ചസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കവേറ്റ് ടെംപ്റ്റർ ആണ്. അതായത് കവേറ്റ് ടെംപ്റ്റർ മീൻസ് ലെറ്റ് ദ ബയർ ബിവെയർ. വാങ്ങുന്നയാൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അവെയർ ആയിരിക്കണം, വാങ്ങുന്നയാൾ സൂക്ഷിക്കണം എന്നാണ് നേരത്തെ കോൺസെപ്റ്റ്. പക്ഷെ ഇന്ന് അത് മാറി, ദാറ്റ് ഹാസ് ബീൻ ചേഞ്ച് ടു കവേറ്റ് വെണ്ടർ എന്നായി. അതായത് ലെറ്റ് ദ സെല്ലർ ബിവെയർ. വിൽക്കുന്നയാൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നേരത്തെ വാങ്ങുന്നയാളാണ് ശ്രദ്ധിക്കണം എന്നായിരുന്നു പഴയ അപ്രോച്ചസ്. പക്ഷെ അത് ഇന്ന് മാറി വിൽക്കുന്നയാൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. Okay, so with the growing competition and to push up the sales, businessmen indulge in exploitative and unfair trade practices which include supply of defective and unsafe product, adulteration, false and misleading advertisement and holding black marketing, etc. So there arise the need for the providing protecting to consumers. See, കോമ്പറ്റീഷൻ കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസും കൂടി, അതുപോലെ തന്നെ അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അൺസേഫ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ, അഡൾട്രേഷൻസ്, ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ്, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, ബ്ലാക്ക് മാർക്കറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദർ അറൈസ് ദ നീഡ് ഫോർ ദ പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യണം? അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരികയാണ്. സോ അതുകൊണ്ട് അതാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള കൺസ്യൂമേഴ്സിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുക. ഹൂ ഈസ് ദ കൺസ്യൂമർ? സി, എ കൺസ്യൂമർ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ who buys goods and services for considerations. എന്തെങ്കിലും വാല്യൂസ് കൊടുത്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നത് ആരാണോ അവരാണ് ആക്ച്വലി അത് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു സ്ഥാപനമാകാം. സി, ആ കൺസ്യൂമറുടെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻസ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് വൺ, ദ കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ. കൺസ്യൂമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുകയാണെങ്കിൽ എ കൺസ്യൂമർ ഇഗ്നറൻസ്. സോ ദ ഫസ്റ്റ് വൺ, കൺസ്യൂമർ ഇഗ്നറൻസ്. സോ ഇൻ യൂഷ്വൽ പ്രാക്ടീസ് consumers are innocent and ignorant about their rights and relief against unfair trade practices. നോർമൽ സിറ്റുവേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂഷ്വൽ പ്രാക്ടീസിൽ പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് നോർമലി ഇന്നസെൻ്റ് ആണ്. അവർക്ക് അറിയില്ല അവരുടെ റൈറ്റ്സ് എന്താണ്, അവർക്ക് റിലീഫ്സ് എന്താണ് എന്ന്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസിൽ നിന്ന് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് എതിരായിട്ട് പ്രതികരിക്കാനോ ഒന്നും അവർക്ക് എന്ത് ചെയ്യില്ലായിരുന്നു, അറിയില്ലായിരുന്നു.
സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇവിടെ വന്നതോടുകൂടിയിട്ട് പ്രൊട്ടക്ട് ദ ത്രൂ കൺസ്യൂമർ എഡ്യൂക്കേഷൻസ്, കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. So next one, unorganized consumers. See, consumers need to be organized in the form of consumer organization which would protect their interest. അതാണ് സെക്കൻഡ് വൺ. Third one, consumer exploitation. See, consumers need protection against unfair trade practices. അല്ലേ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെതിരായിട്ട് പ്രൊട്ടക്ഷൻ വേണം. ഏതൊക്കെയാണ്? ഡിഫക്റ്റീവ് ആൻഡ് അൺസേഫ് പ്രോഡക്ട്സ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഹോൾഡിംഗ്, അഡൾട്രേഷൻ, ഇങ്ങനെയുള്ളതൊക്കെയാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഇതിനെതിരായിട്ട് ആർക്ക് പ്രൊട്ടക്ഷൻ വേണം? കൺസ്യൂമേഴ്സിന് പ്രൊട്ടക്ഷൻ വേണം. ഓക്കെ, ദെൻ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ബിസിനസ്. സി, സാറ്റിസ്ഫൈഡ് കൺസ്യൂമേഴ്സ് ഓൺലി പ്രൊവൈഡ് റിപ്പീറ്റ് സെയിൽസ് ആണല്ലോ. അങ്ങനെ ആവുമ്പോൾ ബട്ട് ഓൾസോ ഗിവ് ഗുഡ് ഫീഡ്ബാക്ക് ടു ദി പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. സോ ദിസ് വിൽ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സെയിൽസ്. അതാണ്. Then use of resources from the society. See, as the business makes the use of society resources ആവുമ്പോൾ it has the obligation to give reasonable return to the nation and its people. Okay, and then social responsibility. See, a business has social responsibility towards the different groups like shareholders, employees, etc. So therefore it should not be exploiter but must be a servant ആയിരിക്കും. Okay, and then next one, moral justifications. See, it is the moral duty of any business to protect the interest of the consumer. So exploitative and unfair trade practices must be avoided. അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം. Then government interventions. A business engaging in any form of exploitative trade practices would invite government interventions. Okay, I think all are clear. Next one, legal protection to consumers. കൺസ്യൂമേഴ്സിന് നിയമത്തിൻ്റെ സാധ്യതകൾ കിട്ടും അല്ലേ. കൺസ്യൂമേഴ്സ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സിന് കിട്ടുന്ന നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 CPA. സോ ഇതിന് പ്രകാരം ഇറ്റ് ഗിവ്സ് ദ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡിഫക്റ്റീവ് ഗുഡ്സ്, unfair trade practices and all other exploitations. So and it also provides the protection of consumer rights and redressal of consumer disputes. അല്ലേ, അത് കൂടാതെ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ റീഡ്രസൽ ഓഫ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് പരിഹാരങ്ങൾ നടപടികൾ ഇതിലൂടെ കിട്ടുന്നു. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ദി 3 chair machinery, that is district forum, state commission and national commission. So ഇവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. സോ that is Consumer Protection Act. Then Contract Act 1982. So this act specify the remedies available in case of breach of the contract. Okay, then Sale of Goods Act 1930. So it assures some safeguards to buyers of goods in case of the goods do not conform to the implied conditions or warranties. And then Essential Commodities Act 1955. So this act suggests for an action against anti-social activities of profiteers, holders or black marketers. And then Agricultural Products Grading and Marketing Act 1937. So it lays down the procedure for grading, marking and packing of agricultural product. The quality market is known as what? Agar mark. So then Prevention of Food Adulteration Act 1954. See, to check the adulteration of food items and to ensure their purity. And then Standard of Weight and Measures Act 1976. So it gives the protection to consumers against the malpractices of underweight or under measures. Then Trademark Act 1999. So this act prevents the use of fraudulent marks, that is duplicate trademark for other companies on the product. And then the Competition Act 2002. See, this act replaced the MRTP Act 1969, that is Monopolies and Restricted Trading Practices പകരമായിട്ട് വന്നിട്ടുള്ളതാണ് ഇത്.
അത് മാറിയിട്ട് വന്നിട്ടുള്ളതാണ്. സോ ഇറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ ടു ദ കൺസ്യൂമേഴ്സ് ഇൻ കേസ് ഓഫ് പോളിസി അപ്ലൈഡ് ബൈ ദ ബിസിനസ് ഫേംസ് hamper competition in the market. And then Bureau of Indian Standard Act 1986. The Bureau has the two set of activities, that is the formulation of quality standard and then certification product and certification through BIS. See, by this producers can use ISI mark on their product only if the product meet the prescribed quality. And also there is a grievance cell under the Bureau as well as complaints from the consumers. I think all are clear. And the next one, Consumer Protection Act 1986. See, actually it is an important landmark in the history of consumer protection legislation in India. So the Consumer Protection Act 1986 was passed to promote and protect the right of the consumers. Consumers rights protect ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. The act came into force from 1st July 1987. This act is considered to be the Magna Carta of the Indian consumers. So this act protect the whole right of the consumers, the following right of the consumers. ഈ ആക്ട് പ്രകാരം എന്തൊക്കെ റൈറ്റ്സ് ആണ് കൺസ്യൂമേഴ്സിന്റെ റൈറ്റ് ആണ് പ്രൊട്ടക്ട് എന്ന് വെച്ചാൽ റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ഹിയർ, റൈറ്റ് ടു സീക്ക് റീഡ്രസൽ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. So some of the unfair trade practices are adulteration, black marketing, false weight, duplication of brand, and then poor quality, exorbitant price, misleading advertisement, etc. are the some of the examples of unfair trade practices. See, next topic, there is a very important topic, that is consumers right. Consumer nalla right endokiyana. The first one, right. So right to safety, these consumers have the right to protect against the goods which are hazardous to health and safety. ഹെൽത്തും സേഫ്റ്റിക്കും ദോഷം തരത്തിലുള്ള ഗുഡ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രൊട്ടക്ഷൻ വേണം. അതാണ് റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയുന്നത്. സോ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് ഇൻ ഇലക്ട്രിക്കൽ ഗുഡ്സ്, പ്രഷർ കുക്കർ എക്സെട്ര സോ മേ എൻഡേഞ്ചർ ദ ലൈഫ് ഓഫ് ദി കൺസ്യൂമർ. ഇത് വെച്ചുകൊണ്ട് ചിലപ്പോൾ കൺസ്യൂമേഴ്സിന്റെ ലൈഫ് തന്നെ എന്താവുന്നു, നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെതിരായിട്ടൊരു സേഫ്റ്റി റൈറ്റ് ആർക്കുണ്ട്? കൺസ്യൂമേഴ്സിനുണ്ട്. ദെൻ റൈറ്റ് ടു ഇൻഫോംഡ്, അതായത് ഇറ്റ് ഇംപ്ലൈസ് that the producer should disclose all the facts regarding his products. പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസർ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഇൻഫർമേഷൻ ആസ് ദി ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്രൈസ്, ഡേറ്റ് ഓഫ് മാനുഫാക്ചർ, ഇൻഗ്രീഡിയൻസ്, പ്രിക്കോഷൻസ് ഓഫ് യൂസ്, എങ്ങനെയുള്ള ഷുഡ് ബി ഗിവൺ, ഇതെല്ലാം കൊടുത്തിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് റൈറ്റ് ടു ബി ഇൻഫോംഡ്. ദെൻ റൈറ്റ് ടു ചൂസ് ആണ് അടുത്ത റൈറ്റ്. സോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് കൺസ്യൂമർ ഹാസ് ചാൻസ് ടു ചൂസ് ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ്. പല ഇതിൽ നിന്നും ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദ പ്രൊഡ്യൂസർ ഷുഡ് നോട്ട് ടേക്ക് അവേ ദ റൈറ്റ് ത്രൂ അഗ്രസീവ് സെല്ലിംഗ് ടെക്നിക്സ്. അഗ്രസീവ് സെല്ലിംഗ് ടെക്നിക്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കൺസ്യൂമേഴ്സിനെ ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ റൈറ്റ് ടു ഹിയർ. സോ എവറി കൺസ്യൂമർ വുഡ് ലൈക്ക് ടു ബി അഷ്യൂർഡ് ദാറ്റ് കംപ്ലൈൻറ്റ്സ് ഓർ ഗ്രിവറൻസ് റിഗാർഡിംഗ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് വിൽ ബി കൺസിഡർഡ്. അതുപോലെ തന്നെ ഇവർക്ക് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള അവസരവും ഉണ്ട്. കംപ്ലൈൻറ്റ്സോ അല്ലെങ്കിൽ പരാതികൾ ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതാണ് റൈറ്റ് ടു ഹിയർഡ് എന്ന് പറയുന്നത്. Then right to seek redress. See, when the consumer cheated or exploited, they have to right to get compensations. അതാണ് ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൺസ്യൂമേഴ്സ് ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ കിട്ടാനുള്ള റൈറ്റ്സ് ഇവർക്കുണ്ട്. അതാണ് റൈറ്റ് ടു സീക്ക് റീഡ്രസൽ എന്നാണ്, തർക്കപരിഹാരങ്ങൾ എന്ന് പറയുന്നത്. Okay, then right to consumer educations. A consumer can get the protected against fraud and malpractices only with the help of knowledge and proper educations. അല്ലേ, നോളേജും പ്രോപ്പർ എഡ്യൂക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഏത് സാഹചര്യത്തിൽ മാൽ പ്രാക്ടീസസ് ഒക്കെ നടക്കുന്ന സമയത്ത്. സോ ഹി ഷുഡ് നോ ദ റൈറ്റ് ആൻഡ് റെമഡീസ് അവൈലബിൾ ടു ഹിം. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് അറിയണം എന്തൊക്കെയാണ് റൈറ്റ്, എന്തൊക്കെയാണ് അതിനുള്ള റെമഡീസ് എന്നുള്ളത്. സോ ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി വിത്ത് ദി പ്രോപ്പർ കൺസ്യൂമർ എഡ്യൂക്കേഷനിലൂടെ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺസ്യൂമേഴ്സ് റെസ്പോൺസിബിലിറ്റീസ്. കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എ കൺസ്യൂമർ ഷുഡ് അക്സെപ്റ്റ് സർട്ടൈൻ റെസ്പോൺസിബിലിറ്റീസ് while purchasing, using and consuming goods and services.
അപ്പോൾ ഒരു കൺസ്യൂമർ ഷുഡ് ആക്സെപ്റ്റ് സെർട്ടൻ റെസ്പോൺസിബിലിറ്റി. എപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കൺസ്യൂം ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത് വെച്ചാൽ ദ ഫസ്റ്റ് വൺ, ബി അവെയർ അബൌട്ട് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് സോ ഇൻ്റലിജൻറ്റ് പർച്ചേസ് ക്യാൻ ബി മെയ്ഡ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് അതിനർത്ഥം അവിടെ ഒരു ഇൻ്റലിജൻറ്റ് പർച്ചേസസ് അവിടെ നടക്കുക എന്നുള്ളതാണ് ഒന്ന്. ദെൻ ബൈ ഓൺലി സ്റ്റാൻഡേർഡൈസ്ഡ് ഗുഡ്സ് ആസ് ദേ പ്രൊവൈഡ് ക്വാളിറ്റി അഷ്വറൻസ്. ക്വാളിറ്റി ഉറപ്പ് തരുന്ന തരത്തിലുള്ള ഗുഡ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, വാങ്ങിച്ചാൽ മതി. ലുക്ക് ഫോർ ISI മാർക്ക് ഓൺ ഇലക്ട്രിക്കൽ ഗുഡ്സ് ആണെങ്കിൽ ISI മാർക്ക്, അതുപോലെ തന്നെ FPO മാർക്ക്, ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ FPO മാർക്സ്, ഹോൾ മാർക്സ് ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിൽ ഹോൾ മാർക്സ്, ഇങ്ങനെയുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അതിന് BIS ഹോൾ മാർക്ക് പറയുമ്പോൾ ജ്വല്ലറി ഐറ്റംസ്, അഗർ മാർക്ക് പറയുമ്പോൾ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആണെങ്കിൽ, ISI പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആണെങ്കിൽ വാങ്ങിക്കുന്നെങ്കിൽ ISI ചെക്ക് ചെയ്യുക. ഫ്രൂട്ട് പ്രോഡക്റ്റ് ഓർഡർ പറയുമ്പോൾ FPO എന്ന് പറയുമ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഇൻ ഫ്രൂട്ട് പ്രോഡക്ട്സ് സച്ച് ആസ് ജാംസ്, പിക്കിൾസ്, ഫ്രൂട്ട് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രൂട്ട് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് FPO മാർക്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, ലേൺ അബൌട്ട് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. ഓരോ പ്രോഡക്റ്റും സർവീസസിലും വരാൻ ചാൻസസ് ഉള്ള റിസ്കുകളെ കുറിച്ച് ഒരു ബോധം ഉണ്ടായിരിക്കും, നല്ലതായിരിക്കും. ഫോളോ ദ മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് യൂസ് ദ പ്രോഡക്റ്റ് സേഫ്ലി. മാനുഫാക്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അത് ഫോളോ ചെയ്യുക, അതിന് പ്രകാരം അത് പ്രോഡക്റ്റ് സേഫായിട്ട് യൂസ് ചെയ്യുക. ദെൻ റീഡ് ലേബിൾസ് കെയർഫുള്ളി സോ ആസ് ടു ഹാവ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൈസ്. ലേബിൾ കൃത്യമായിട്ട് വായിക്കുക, അതിനകത്ത് പ്രൈസ് എത്രയാണ്, നെറ്റ് വെയിറ്റ് എത്രയാണ്, മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പയറിങ് ഡേറ്റ് ഒക്കെ നോക്കുക. കൃത്യമായിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ആസ്ക് ഫോർ ക്യാഷ് മെമ്മോ ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബില്ല് തരാൻ പറയുക. സോ ബി ഹോണസ്റ്റ് ഇൻ യുവർ ഡീലിങ്സ്. സത്യസന്ധമായിട്ട് ഡീലിങ്സ് നടത്തുക. ഹി മസ്റ്റ് ചൂസ് ഓൺലി ഫ്രം ലീഗൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഡിസ്കറേജ് അൺഎത്തിക്കൽ പ്രാക്ടീസസ് വേണ്ട, അത് ഡിസ്കറേജ് ചെയ്യുക. നിയമപരമായിട്ടുള്ള ഗുഡ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, ചൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് പറയുന്നത്. ദെൻ ഫയൽ എ കംപ്ലൈൻറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് കൺസ്യൂമർ ഫോറം ഇൻ കേസ് ഓഫ് ഷോർട്ട് കമ്മിങ് ഇൻ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓർ സർവീസസ് അവൈലബിൾ. നിങ്ങൾ വാങ്ങിച്ച സാധനത്തിനകത്ത് ക്വാളിറ്റി കുറവാണ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസ്യൂമർ ഫോറത്തിൽ കംപ്ലൈൻറ്റ്സ് ഫയൽ ചെയ്യാൻ പറ്റും. കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. ദെൻ കൺസ്യൂമർ മസ്റ്റ് പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. ദേ മസ്റ്റ് അവോയ്ഡ് വേസ്റ്റ് ആൻഡ് പൊള്യൂഷൻസ്. അവോയ്ഡ് ചെയ്യുക, കൺസ്യൂമർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യണം. സോ ഫോറിൻ കൺസ്യൂമർ സൊസൈറ്റീസ് വിച്ച് വുഡ് പ്ലേ ആൻ ആക്റ്റീവ് പാർട്ട് ഇൻ എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമേഴ്സ് ആൻഡ് സേഫ് ഗാർഡിങ് ദെയർ ഇൻട്രസ്റ്റ്. അല്ലെ, കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ കൺസ്യൂമർ സൊസൈറ്റീസ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു, ആക്റ്റീവ് പാർട്ട് ഇതിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. Okay, so I think all are clear. Next one, ways and means of consumer protections. See, ഏതൊക്കെയാണെന്ന് വെച്ചാൽ ways and means of consumer protection വരുന്നത് self regulation by the business. The first one, firms with the social commitment follow social ethical standard, and good practice in serving the consumer. So that is, such firms have set up their consumer services and grievance cell to redress the grievances of their customers. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫേം അതിലൊരു കംപ്ലയിൻറ്റ് സെല്ല് തന്നെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക എന്നാണ് പറയുന്നത്. ഒരു ഗ്രിവറൻസ് സെല്ല് തന്നെ എന്ത് ചെയ്യുക, ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ പരാതി ബോധിപ്പിക്കാനുള്ള വഴിയുണ്ട്. ദെൻ ബിസിനസ് അസോസിയേഷൻസ് ആണ് മറ്റൊന്ന്. ഫെഡറേഷൻസ് ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് and then Confederation of Indian Industries etc. lay down their code of conduct for their members to deal with the consumers. കൺസ്യൂമേഴ്സിനെ ഡീൽ ചെയ്യുന്നതുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഫോം ഇത്തരത്തിലുള്ള ഏജൻസികൾ, അസോസിയേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ദെൻ കൺസ്യൂമർ അവെയർനെസ് ആണ് നെക്സ്റ്റ് വൺ. സി എ കൺസ്യൂമർ അവെയർ ഓഫ് ഹൈ റൈറ്റ് വിൽ ബി ഇൻ ദ പൊസിഷൻ ടു റൈസ് ഹിസ് വോയിസ് എഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എതിരായിട്ട് എന്ത് ചെയ്യണം, ശബ്ദം ഉയർത്തണം. അപ്പോൾ കൺസ്യൂമേഴ്സ് അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ കൺസ്യൂമേഴ്സ് ഓർഗനൈസേഷൻസ് ഉണ്ട്. സോ ദീസ് ഓർഗനൈസേഷൻ ക്യാൻ ടേക്ക് നെസസറി സ്റ്റെപ്സ്
to eliminate consumer exploitation and force the business firm to avoid unfair trade practices. And then government. See, government is always protecting the interest of consumers by implementing rules and regulation in the form of various laws and act. And also it provides three-tier system of district forum, state commission and national commission for redressal of consumers grievances. കൺസ്യൂമേഴ്സിന് ഏതെങ്കിലും തരത്തിൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഈ മൂന്നിടത്ത്, അതായത് ഒന്ന് ഡിസ്ട്രിക്റ്റിലോ ഡിസ്ട്രിക്ട് ഫോറത്തിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷനിലോ അല്ലെങ്കിൽ നാഷണൽ കമ്മീഷനിലോ എന്ത് ചെയ്യാം, പരാതിപ്പെടാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഹൂ ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ്? ആർക്കൊക്കെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് ചോദിച്ചാൽ കൺസ്യൂമർക്ക് പറ്റും, വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, വൺ ഓർ മോർ കൺസ്യൂമേഴ്സ്, ലീഗൽ ഹെയർസ്, റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഡിസീസ്ഡ് കൺസ്യൂമേഴ്സ്. അങ്ങനെ ഈ റീഡ്രസൽ ഏജൻസീസിൽ വരുന്ന കൺസ്യൂമർ റീഡ്രസൽ ഫോറം, ടയർ സിസ്റ്റം ഓഫ് കൺസ്യൂമർ റീഡ്രസൽ ഫോറം പറഞ്ഞ നാഷണൽ കമ്മീഷനുണ്ട്, സ്റ്റേറ്റ് കമ്മീഷനുണ്ട്, ഡിസ്ട്രിക്ട് ഫോറം ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അതിനകത്ത് ഡിസ്ട്രിക്ട് ഫോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ദിസ് ഫോറം ക്യാൻ entertain complaints where value of goods or services compensation claimed up to 20 lakhs rupees വരെ കോമ്പൻസേഷൻ കിട്ടാവുന്ന തരത്തിലുള്ള പരാതികൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കംപ്ലയിൻസ് കൊടുക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇവിടെ പ്രസിഡന്റ് ഉണ്ടായിരിക്കും, 2 other members ഉണ്ടായിരിക്കും. An appeal against the order for district forum can file with the state commission within 13 days. അപ്പോൾ ഇതിനകത്ത് ഒരു അപ്പീൽ എഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് ഡിസ്ട്രിക്ട് ഫോറത്തിന്, ഡിസ്ട്രിക്ട് ഫോറം തീരുമാനിച്ചതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷനിൽ അപ്പീൽ സമർപ്പിക്കാം. വിത്തിൻ 13 ഡേയ്സിൻ്റെ ഉള്ളിൽ ഫയൽ ചെയ്യാവുന്നതാണ്. ദെൻ സ്റ്റേറ്റ് കമ്മീഷൻ പറയുമ്പോൾ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്. ദിസ് ഫോറം ക്യാൻ എൻ്റർടൈൻ ദ കംപ്ലയിൻസ് വെയർ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കോമ്പൻസേഷൻ claimed as over 20 lakhs. 20 ലക്ഷത്തിലധികം ക്ലെയിം കോമ്പൻസേഷൻ കിട്ടാനുണ്ടെങ്കിലും ബട്ട് ലെസ് ദാൻ 1 crore, ഒരു കോടി താഴെ കോമ്പൻസേഷൻ കിട്ടാനുള്ള രീതിയിലുള്ള കംപ്ലയിൻസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. ഇറ്റ് ഷാൽ കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഉണ്ടായിരിക്കും, 2 members ഉണ്ടായിരിക്കും. ഇവരെടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് സ്റ്റേറ്റ് കമ്മീഷൻ ക്യാൻ ഫയൽഡ് വിത്ത് നാഷണൽ കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്, അതും വിത്തിൻ 13 days. അപ്പോൾ നാഷണൽ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ദിസ് കമ്മീഷൻ കൺസിഡർ കംപ്ലയിൻസ് ഓൺലി ഇഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് കോമ്പൻസേഷൻ ക്ലെയിംഡ് ആസ് ₹1 crore ആൻഡ് മോർ. 1 കോടിയിലധികം അങ്ങനെയൊക്കെ കോമ്പൻസേഷൻ കിട്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് നാഷണൽ കമ്മീഷനിലാണ് എന്ത് ചെയ്യേണ്ടത്, കംപ്ലയിൻസ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ പ്രസിഡന്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 4 other members ഉണ്ടായിരിക്കും. ഇനി ഇവരെടുത്ത തീരുമാനത്തിലും നമുക്ക് തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അപ്പീൽ പോകാവുന്നതാണ്. സുപ്രീം കോടതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അപ്പീൽ സമർപ്പിക്കേണ്ടത്, അത് 13 ഡേയ്സിനുള്ളിൽ. ഓക്കെ, ആൻഡ് ദെൻ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് വൺ, റിലീഫ് ഓർ റെമഡീസ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് കിട്ടുന്ന റിലീഫ് ഓർ റെമഡീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇഫ് ദ കൺസ്യൂമർ കോർട്ട് ഈസ് സാറ്റിസ്ഫൈഡ് അബൌട്ട് ദ ജെന്യൂനെസ് ഓഫ് ദി കംപ്ലൈൻറ്റ്, ഇറ്റ് ക്യാൻ ഇഷ്യൂ 1 or more of the following relief to the aggrieved parties, that is to remove the defect in goods or deficiency in the services, that is the first one, and to replace the defective product with a new one free from any defects, and to refund the price paid for the product, and to pay the reasonable amount of compensation for any loss or injury suffered by the consumer, and to discontinue the unfair or restrictive trade practice, not to be offered hazard goods for the sale, and to withdraw the hazardous goods from sale, and to cease manufactures of hazardous goods, to issue corrective advertisement to nurse the effect of misleading advertisement, and to pay adequate cost to the appropriate party. Okay, I think all are clear. The next one, the role of consumer organization and non-government organization, NGOs. See, consumer organizations are voluntary association of consumers. So in India, several consumer organizations and non-governmental organizations have been set up for the protection and promotion of consumers' interest. Consumers in interest protect ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ ഓർഗനൈസേഷൻസും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനും ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് സം ഓഫ് ദ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, അത് ഇന്ത്യയിലുള്ള കൺസ്യൂമർ ഓർഗനൈസേഷൻസ്
associations, Consumer Coordination Council Delhi, Consumer Guidance Society of India Mumbai, Citizen Actions Group Mumbai, Consumer Education and Research Center Ahmedabad, Common Cause New Delhi, Consumer Unity and Trust Society Jaipur, Voluntary Organization in Interest of Consumer Education, Consumer Action Forum Kolkata, Delhi and Chennai, Consumer Protection Council Ahmedabad. Then കേരളത്തിലുള്ളത് കൺസ്യൂമർ ഗൈഡൻസ് സെൻറ്റർ കൊച്ചിൻ, കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റീസ് കൊച്ചിൻ, കേരള കൺസ്യൂമർ വെൽഫെയർ അസോസിയേഷൻ കൊച്ചിൻ, കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ കണ്ണൂർ, ദെൻ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ തൃശ്ശൂർ, അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ട്രിവാൻഡ്രം. ഇത് കേരളത്തിലുള്ള കൺസ്യൂമർ ഓർഗനൈസേഷനാണ്. ഓക്കെ, ദെൻ ഇവ കൺസ്യൂമർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NGOസിൻ്റെ ഒക്കെ ഇവരുടെയൊക്കെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് എഡ്യൂക്കേറ്റിംഗ് ദ ജനറൽ പബ്ലിക് അബൌട്ട് ദ കൺസ്യൂമേഴ്സ് റൈറ്റ്. കൺസ്യൂമേഴ്സ് റൈറ്റ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് കൺസ്യൂമേഴ്സിന് ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ബൈ ഓർഗനൈസിങ് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുത്തുകൊണ്ടും സെമിനാർസും വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ദെൻ പബ്ലിഷിംഗ് വേരിയസ് ലിറ്റററി മെറ്റീരിയൽസ് സച്ച് ആസ് ബ്രോഷറുകൾ, ജേർണൽസ്, ബുക്ക്ലെറ്റ്സുകൾ കണ്ടെയ്നിങ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. ആൻഡ് ദെൻ ഗിവിംഗ് ട്രെയിനിങ് ടു കൺസ്യൂമേഴ്സ് ഓൺ ബെറ്റർ പർച്ചേസസ്. ഈ ബെറ്ററായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുക കൺസ്യൂമേഴ്സിന്. ദെൻ കളക്ടിങ് ദ വേരിയസ് സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് ടെസ്റ്റിംഗ് ദെയർ ക്വാളിറ്റീസ്. പല ഗുഡ്സിൻ്റെയും സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക. Then providing legal assistance to consumers by way of providing aid and legal assistance. നിയമപരമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക. ആൻഡ് എൻകറേജിങ് കൺസ്യൂമേഴ്സ് ടു പർച്ചേസ് കൺസ്യൂമർ ഫ്രണ്ട്ലി ഗുഡ്സ് വാങ്ങിക്കാൻ ഇവരെ എൻകറേജ് ചെയ്യുക. ആൻഡ് ദെൻ ബോയ്ക്കോട്ട് ഡിഫക്റ്റീവ് ക്വാളിറ്റി പ്രോഡക്റ്റ് ബോയ്ക്കോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ദ കൺസ്യൂമേഴ്സ് ഇൻ ഗെറ്റിംഗ് ക്വാളിറ്റി സർവീസസ്, ലൈക്ക് നല്ല ക്വാളിറ്റിയുള്ള സർവീസസ് കിട്ടാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. ബാങ്കിങ്ങും ഇൻഷുറൻസും എഡ്യൂക്കേഷൻ മെഡിക്കൽ എയ്ഡും അങ്ങനെയുള്ളതിനൊക്കെ ഇതൊക്കെ ക്വാളിറ്റി ആയിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. കണ്ടക്ടിങ് റിസർച്ച് ആൻഡ് സ്റ്റഡി ഓൺ ഡിഫറെൻറ്റ് കൺസ്യൂമർ പ്രോബ്ലംസ്. കൺസ്യൂമേഴ്സിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക. വർക്കിംഗ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ ഫ്രണ്ട്ലി സൊസൈറ്റി. കൺസ്യൂമർ ഫ്രണ്ട്ലി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് കൺസ്യൂമർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസിൽ വരുന്നത്. I think all are clear. Okay, so we can come we just completed our 12th chapter. Okay, that's all for today. If you have any doubt, please contact me.